അമ്മയ്ക്ക് പകരമായിട്ട് സ്വപ്നയോട് പ്രദക്ഷിണം വയ്ക്കാൻ പറയുകയാണ് ഗിരി. അപ്പോൾ സ്വപ്ന പറയുകയാണ്, എനിക്കിതിലൊന്നും വിശ്വാസമില്ല ചേട്ടാ എന്ന് പറയുമ്പോൾ, നിനക്ക് വിശ്വാസം ഉണ്ടോ എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല, എനിക്ക് വിശ്വാസമുണ്ടായിട്ടാണോ ഞാനിതൊക്കെ ചെയ്യുന്നത്, അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ഞാനും ചെയ്യുന്നില്ലേ, അപ്പോൾ നിനക്കും ആകാവുന്നതേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല, നാളെ പ്രദക്ഷിണം വയ്ക്കണം, അതിലൊരു വ്യത്യാസവുമില്ല, പറഞ്ഞതുപോലെ തന്നെ എന്ന് പറയുകയാണ്. മഹിമയും പറയുകയാണ്, ഒന്നുമില്ലെങ്കിൽ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുടുംബത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്, അപ്പോൾ നീയും അതുപോലെ ചെയ്യേണ്ടതല്ലേ സ്വപ്നെ, അങ്ങനെ ചെയ്യുന്നേ അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഹിമ അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ സ്വപ്ന വേറെ നിവൃത്തിയില്ലാതെ അത് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞാറ്റ ഞാനിത് എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് മോൾക്ക് അറിയില്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ, അത് ഓർത്തിട്ട് മോൾ ചെയ്യുമെന്ന് പറയുകയാണ്. എങ്കിൽ മഞ്ജു എവിടെ എന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് എത്തുകയാണ്. അപ്പോൾ കിച്ചണിൽ മഞ്ജുവിടെ ഫുഡൊക്കെ പാകം ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ മഞ്ജു ഭാനുമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടർ പറഞ്ഞത് വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല, എന്നാൽ പോലും നമുക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം സഹിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ, ഗിരിയേട്ടനൊരു കാര്യം ചെയ്യായിരുന്നില്ലേ, അമ്മയ്ക്ക് പകരം ഞാൻ പ്രദക്ഷിണം വെച്ചാൽ മതിയൊന്നും ചോദിക്കായിരുന്നില്ലേ പറയുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യില്ലേ, അത് മാത്രമല്ല അതിനൊന്നും മഹിമ സംഭവിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് മഞ്ജു ചോദിക്കുക, മഹിമ എന്താ ഇതിൽ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ പറഞ്ഞാൽ മാറിപ്പോയതാ, കാളേശ്വരി എന്നുള്ളത് മഹിമയായി പോയതാണ്, കാളേശ്വരിയും മഹിമയും എങ്ങനെ മാറിപ്പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അതെന്തോ ഞാൻ ഓർത്തിരുന്നപ്പോൾ അങ്ങനെ അറിയാതെ പറ്റിപ്പോയത്, നീ അത് വിട്ട്, നീ ഇവിടെ ടാക്സി വിളിച്ചിട്ടാണ് അമ്മയെ കൊണ്ടുപോയെന്ന് പറയുന്നത്, നീ ഒരു ലൈസൻസ് എടുത്ത ഒരാളല്ലേ, ഇവിടെ ഒരു വണ്ടിയും കിടക്കുന്നതല്ലേ, കാറുള്ളതല്ലേ, നിനക്ക് പോയി വണ്ടി ഓടിച്ചു കൊണ്ടുപോകാമായിരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ, ആകെ ഒരു കാലുവേദന മാത്രമുള്ള അമ്മയും കൊണ്ട് പോയിട്ട് ഒരു ആക്സിഡൻറ്റ് കൂടി സംഭവിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചതെന്ന് പറയുകയാണ്. അത് കേട്ട് ഗിരി ചിരിക്കുകയാണ്, നീ നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് ഹെൽപ്പായിട്ട് നീ വണ്ടിയൊക്കെ ഓടിക്കേണ്ടതല്ലേ, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ നീ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിന് ബിജുക്കുട്ടൻ ചേട്ടനുണ്ടല്ലോ എന്ന് പറയുകയാണ്. അത് എപ്പോഴും ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ നിനക്ക് ലൈസൻസ് കൂടി ഉള്ളതല്ലേ, നിനക്കൊന്ന് പ്രാക്ടീസ് ചെയ്തുകൂടെ, ഒരു വണ്ടി 24 മണിക്കൂറും കിടക്കുന്നതാണല്ലോ, പല ആൾക്കാർക്കും അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഇല്ലാഞ്ഞിട്ടായിരിക്കും പഠിക്കാത്തത്, നിനക്കതെല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്താ ചോദിക്കണം, എനിക്ക് കാർ ഓടിക്കാൻ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ, പിന്നെ നിനക്ക് എന്താ ഓടിക്കാനും ഇഷ്ടം, നീ ഒരു സൈക്കിൾ പോലും ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, നിൻ്റെ പേടിയും കൊണ്ടാണ് ഇതെല്ലാം, എൻ്റെ മഞ്ജു നീ അതൊന്ന് മനസ്സിലാക്ക്, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു, ഇനി നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗിരി പോവുകയാണ്. കുഞ്ഞാറ്റ നമ്മുടെ സ്വപ്നയെ വിളിക്കുകയാണ്, പ്രദക്ഷിണം വയ്ക്കാനായിട്ട് ഒരുമിച്ച് പോകാൻ പോവുകയാണ്. അപ്പോൾ സ്വപ്ന വന്നിട്ട് പറയുന്നുണ്ട്, എന്തൊരു ഉത്സാഹമാണ് എന്നെക്കൊണ്ട് പ്രദക്ഷിണം വെപ്പിക്കാനായിട്ട്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഒരു തവണ പ്രദക്ഷിണം വയ്ക്കും, എനിക്കിത് ഈ ഇവിടെയുള്ള ആൾക്കാർ കാണിക്കുന്ന പോലെയുള്ള വട്ടൊന്നും എനിക്കില്ല, ഒരു തവണ ഞാൻ പ്രദക്ഷിണം വയ്ക്കും, അത് 101 തവണയായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി കുഞ്ഞാറ്റ എന്ന് പറയുകയാണ്. അപ്പോൾ മനസ്സിലാക്കുന്നു, ഇവളാരും രജനീകാന്തോ, ഒരു തവണ പ്രദക്ഷിണം വെച്ചാൽ 100 തവണ പ്രദക്ഷിണം വെച്ച പോലെയാണെന്ന് വിചാരിക്കും, അങ്ങനെ നുണ പറയാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് കുഞ്ഞാറ്റ. അതായത് ഞാൻ ഈ കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്, കളേശ്വരി പറഞ്ഞ കാര്യമല്ലേ, അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ശരി, എനിക്കൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അങ്ങനെ ചെയ്യുമില്ല, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മതി, പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മഞ്ജുവിന് 2 തവണയും കൊല്ലാൻ നോക്കിയത്, അപകടം വരുത്താൻ നോക്കിയത് കുഞ്ഞാറ്റയാണെന്നുള്ള കാര്യം എനിക്ക് പോലീസിനെ അറിയിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എല്ലാം സമ്മതിപ്പിച്ച് ഇറങ്ങാൻ പോകുമ്പോഴേക്കും മഹിമ വരികയാണ്. മോളെ എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് വരികയാണ്. മോൾക്ക് എന്തോരം പഠിക്കാനുണ്ട്, പിന്നെ എന്തിനാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ സ്വപ്ന പ്രദക്ഷിണം വയ്ക്കാൻ പോകുന്നത്, അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അത് എണ്ണാനെങ്കിൽ 101 തവണ ആയാലും എണ്ണാനെങ്കിലും ഞാൻ വരണ്ടേന്ന് ചോദിക്കുകയാണ്. ഇനി നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഒരുമിച്ച് പോവുകയാണ്. ഭാനുമ്മയെ കാണാനായിട്ട് ശാലിനി വരികയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് ആൻറ്റി എന്ന് ചോദിക്കുമ്പോഴേക്ക്, ഇപ്പോൾ കുഴപ്പമില്ല മോളെ, കുറവുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗിരി അങ്ങോട്ട് വരികയാണ്. ഇതാരാ, എപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വന്നുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഞ്ജുവും വരുന്നു. മഞ്ജു കാല് തിരുമാനുള്ള കുഴമ്പും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവൾ നല്ലൊരു മരുമകളായല്ലേ ഭാനുമ്മയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ, അവൾ പണ്ടേ നല്ല മരുമകൾ തന്നെയായിരുന്നു, ഞാനാണ് അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്, ഇപ്പം ഞാനത് തിരുത്തുകയാണ്, ഇപ്പം അവളെനിക്ക് അങ്ങനെ ഒരു അവസരം തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയ ഡയലോഗ് അടിക്കുകയാണ് ഭാനു. അപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ശാലിനി പറയുകയാണ്, ഇന്ന് ഞാൻ ഇറങ്ങട്ടെ, ഞാൻ വെറുതെ ജസ്റ്റ് ഇതിൽ കൂടി മനുമക്ക് പാളെന്ന് പറഞ്ഞാലും ജസ്റ്റ് വന്നേ ഉള്ളൂ, ഞാൻ എന്നാൽ പോട്ടെ, കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് വേഗം ഇറങ്ങുകയാണ്. അപ്പോൾ ഗിരിയും കൂടെ പോവുകയാണ്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ കുശലാന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട്, ഹോട്ടലൊക്കെ എങ്ങനെ പോകുന്നു, ഇപ്പോൾ നിന്നെ അവിടെ കാണുന്നില്ലെന്ന് പറയുമ്പോൾ, അത് പിന്നെ അച്ഛൻ അത് സഞ്ജയ് ഏട്ടനെ തന്നെ ഏൽപ്പിച്ചു എന്ന് പറയുക. അതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആകെ ഒന്നും പറയാൻ പറ്റാതെ ശാലിനി ആകെ വിഷമിക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മഞ്ജുവും അങ്ങോട്ട് വരികയാണ്. മഞ്ജു വന്നു കഴിയുമ്പോഴേക്കും മഞ്ജു
ാണ് ശാലിനി ഫുഡ് കഴിക്കാനുണ്ടാവില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഇറങ്ങുകയാണ്, എനിക്ക് കുറച്ച് ധൃതിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. അതിനിടയിൽ പെട്ടെന്ന് തന്നെ ഗിരിക്ക് ഒരു കോൾ വന്നു. ഗിരി മാറിക്കഴിയുമ്പോഴേക്കും ശാലിനി മഞ്ജുവിനോട് പറയുകയാണ്, ഇനി നിനക്ക് എല്ലാം നിനക്ക് ഇപ്പം നീ ഭയങ്കര ഹാപ്പി ആണല്ലേ, നിനക്ക് എല്ലാം നേടിയെന്ന് ആശ്വസിക്കുന്ന ടൈമിലാണ് എനിക്കെല്ലാം തട്ടിയെടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ നീ പറഞ്ഞത് ശരിയാണ്, ഞാനിപ്പോൾ അത്യാവശ്യം സന്തോഷത്തിൽ തന്നെയാണ്. പക്ഷേ ഞാനെല്ലാം എനിക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് സംയമനം പാലിക്കുന്നതും. നിൻ്റെ അവസ്ഥയൊക്കെ എനിക്കറിയാം, നിന്നെ അവിടെ ഹോട്ടലിൽ നിന്ന് പുറത്താക്കിയെന്നൊക്കെ ഞാൻ അറിഞ്ഞു, ഞാനൊരു പോലീസുകാരി അല്ല, എല്ലാം അറിഞ്ഞാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ശാലിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ തന്നെ ഗിരിയും വരികയാണ്. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് വേഗം തന്നെ പോവുകയാണ് അവിടെ നിന്ന്. മുകുന്ദൻ്റെ വീട്ടിൽ അഭി വരികയാണ്. അഭി വന്നിട്ട് മുകുന്ദനെ സോപ്പിടാൻ വേണ്ടിയാണ് വരുന്നത്. ചേട്ടാ ഞാനത് മഹിമയായിട്ടൊരു ചെറിയ സൗന്ദര്യ പിണക്കമാണ്, ഞങ്ങൾ കോളേജിലുള്ളവരെല്ലാം ഞങ്ങൾ പ്രേമത്തിലാണ് തെറ്റിദ്ധരിച്ചു, ഞാനതാണ് തിരുത്താനും പോയില്ല, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറൊരു തെറ്റും ചെയ്തിട്ടില്ല, ചേട്ടനോട് നല്ല ബഹുമാനമുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് മുകുന്ദനെ പൊക്കുകയാണ്.